ജയകേസരി ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. സെഖോൺ ഇന്ത്യ വ്യോമസേന മാരത്തണിന്റെ ആദ്യ പതിപ്പ് ഇന്ന് രാജ്യത്ത് 62 കേന്ദ്രങ്ങളിൽ സംഘടിപ്പിച്ചു. 1971 ഇന്തോ പാക് യുദ്ധത്തിലെ ധീരതയ്ക്ക് ഇന്ത്യയുടെ പരമോന്നത യുദ്ധകാല പുരസ്കാരമായ പരംവീര ചക്രം ലഭിച്ച ഫ്ലൈയിംഗ് ഓഫീസർ നിർമ്മൽജിത് സിംഗ് സെഖോണിന്റെ സ്മരണയ്ക്കായാണ് ഈ മാരത്തൺ സംഘടിപ്പിക്കുന്നത്. രാജ്യത്തുടനീളം കായികക്ഷമതയും ഐക്യവും പ്രോത്സാഹിപ്പിക്കുന്നതിനൊപ്പം ഇന്ത്യൻ വ്യോമസേനയുടെ ചലനാത്മകത, അച്ചടക്കം, ചൈതന്യം എന്നിവയെ പ്രതിനിധീകരിക്കുന്നതുമാണ് ഈ ഓട്ടം. തിരുവനന്തപുരത്ത് ദക്ഷിണ വ്യോമസേനയുടെ ആഭിമുഖ്യത്തിലാണ് സെഖോൺ മാരത്തണിന്റെ തിരുവനന്തപുരം ചാപ്റ്റർ സംഘടിപ്പിച്ചത്. ദക്ഷിണ വ്യോമസേന മേധാവി എയർ മാർഷൽ മനീഷ് ഖന്ന മാരത്തോൺ ഫ്ളാഗ് ഓഫ് ചെയ്യുകയും പങ്കെടുക്കുന്നവരുടെ ആവേശത്തിനും കായികക്ഷമതയ്ക്കും അഭിനന്ദനം അറിയിക്കുകയും ചെയ്തു. ഇന്ത്യൻ വ്യോമസേനയുടെ പ്രധാന മൂല്യങ്ങളായ ശാരീരിക ക്ഷമതയുടെയും അച്ചടക്കത്തിന്റെയും പ്രാധാന്യത്തെക്കുറിച്ച് അദ്ദേഹം ഊന്നിപ്പറഞ്ഞു. രാജ്യത്തിന്റെ വ്യോമയോദ്ധാക്കളെ നിർവചിക്കുന്ന അചഞ്ചലമായ ചൈതന്യം, വീര്യം, പ്രതിരോധശേഷി എന്നിവയാണ് സെഖോൺ മാരത്തോൺ പ്രതീകവത്കരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. വിവിധ വിഭാഗങ്ങളിലെ വിജയികളെ ആദരിച്ചുകൊണ്ടാണ് പരിപാടി അവസാനിപ്പിച്ചത്. സംസ്ഥാനത്തുടനീളം 1500 പേർ മാരത്തണിൽ പങ്കെടുത്തു. വ്യോമസേന ഉദ്യോഗസ്ഥർ, കുടുംബാംഗങ്ങൾ, പ്രാദേശിക റണ്ണിംഗ് ക്ലബ്ബുകൾ, വിദ്യാർത്ഥികൾ, ഫിറ്റ്നസ് പ്രേമികൾ എന്നിവരുടെ ആവേശകരമായ പങ്കാളിത്തം മാരത്തൺ ശ്രദ്ധേയമാക്കി. എല്ലാ പ്രായത്തിലും കായികശേഷിയുമുള്ള പങ്കാളികൾക്ക് അനുയോജ്യമായ രീതിയിൽ 21 കിലോമീറ്റർ, 10 കിലോമീറ്റർ, 5 കിലോമീറ്റർ എന്നിങ്ങനെ 3 വിഭാഗങ്ങളിലായാണ് സ്വിം 2025 സംഘടിപ്പിച്ചത്. ന്യൂസ് ഡെസ്ക്, തിരുവനന്തപുരം.